ഹലോ ഫ്രണ്ട്സ്, മൂവി അപ്ഡേറ്റ്സ് ചാനലിലേക്ക് സ്വാഗതം. ഗുഡ് ബൈ ഡഗ്ലി എന്ന് പറഞ്ഞിടത്തിന് യൂബാര സർട്ടിഫിക്കറ്റാണ് കിട്ടിയിട്ടുള്ളതെന്ന് അറിയിച്ചിട്ടുണ്ട്. പടം എന്തായാലും ഇന്നാണ് റിലീസാകാൻ പോകുന്നത്. ഈ പടത്തിന്റെ തമിഴ്നാട്ടിലെ കളക്ഷൻ ഏകദേശം 14 കോടിയുടെ മുകളിലേക്ക് ആയിട്ടുണ്ട്, പ്രീ സെയിൽസിലൂടെ മാത്രം. പിന്നെ ഈ പടത്തിന്റെ കേരള തിയേറ്റർ ലിസ്റ്റ് വന്നിട്ടുണ്ട്, ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ പടത്തിന്റെ യുകെയിലത്തെ തിയേറ്റർ ലിസ്റ്റ് വന്നിട്ടുണ്ട്. പിന്നെ പടത്തിൽ നിന്ന് 2 ഫോട്ടോസ് വന്നിട്ടുണ്ട്, 2 സ്റ്റിൽസ് ആണ്, 2 തൃശ്ശൂരാണ്, 2 ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ പടത്തിലത്തെ AK ദ ടൈഗർ എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് പുറത്തിറങ്ങിയിട്ടുണ്ട്. ഒരു പ്രാന്തപ്പാട്ട് വായിട്ടൊരു പാട്ട്, കേൾക്കാത്തവരുണ്ടെങ്കിൽ വെറുതെ കേട്ട് നോക്ക്. പിന്നെ പടത്തിൽ നെസ്റ്റിൽ ഉണ്ടാവുന്നുള്ളൊക്കെ മുന്നേ റൂമർ കേട്ടിരുന്നു. അതിന്റെ കാര്യങ്ങളൊക്കെ നടന്നായിരുന്നു, എന്നുവെച്ചാൽ ഡിസ്കഷൻസ് ഒക്കെ നടന്നായിരുന്നു. പക്ഷേ ആലപ്പുഴ ജിംഖാന്റെ ഷൂട്ട് കാരണം അതിൽ ആൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റിയില്ല, അതുകൊണ്ടാണ് ആൾ ഒഴിവായത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അവർ ഇന്റർവ്യൂവിൽ നെസ്റ്റിൽ തന്നെ കൺഫേം ചെയ്തിട്ടുണ്ട്. പിന്നെ L9 എന്ന് പറഞ്ഞതിന്റെ 3rd വീക്കിലത്തെ തിയേറ്റർ ലിസ്റ്റ് വന്നിട്ടുണ്ട്, ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ ജാട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഇന്നാണ് റിലീസ് ആവുന്നത്, അപ്പോൾ അതിന്റെ ഒരു പുതിയ പോസ്റ്റർ വന്നിട്ടുണ്ടായിരുന്നല്ലേ. പിന്നെ അർജുൻ സൺ ഓഫ് വൈജയന്തി എന്ന് പറഞ്ഞ പടത്തിലത്തെ മുച്ചട്ടാഗ് ബന്താല എന്ന് പറഞ്ഞിട്ടുള്ള പാട്ടിന്റെ ലോഞ്ച് ഇവന്റ് ഉണ്ടായിരുന്നു ഇന്നലെ. പിന്നെ അക്കട അമ്മായി ഇക്കട ബൈ എന്ന് പറഞ്ഞ പടത്തിന്റെ ബുക്കിംഗ് ഒക്കെ ഓപ്പൺ ആയിട്ടുണ്ട്. ഏപ്രിൽ 11 പടം റിലീസ് ആവുന്നത്, എന്ന് വെച്ചാൽ നാളെ. പിന്നെ അജ്ഞാതവാസി എന്ന് പറഞ്ഞ പടത്തിന്റെ പെയ്ഡ് പ്രീമിയർ നടക്കുന്നുണ്ട്, അപ്പോൾ അതിന്റെ ലിസ്റ്റ് വന്നിട്ടുണ്ട്, ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ 10 ഹവേഴ്സ് എന്ന് പറഞ്ഞ പടം ഓവർസീസിൽ റിലീസിന് എത്തിക്കുന്നത് യുണൈറ്റഡ് ഇന്ത്യ എക്സ്പോർട്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയാണെന്ന് അറിയിച്ചിട്ടുണ്ട്. ഏപ്രിൽ 18 പടം റിലീസാവുക. പിന്നെ ലെനിൻ എന്ന് പറഞ്ഞിട്ടുള്ള അഖിലഖ്നിയുടെ പടത്തിന്റെ അനൗൺസ്മെന്റ് തന്നേരും, എന്നുവെച്ചാൽ ഗ്ലിംസ് തന്നേരും, ടൈറ്റിൽ ഗ്ലിംസ്. അത് 11 മില്യൺ പ്ലസ് വ്യൂസ് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഡിറ്റക്റ്റീവ് ഉജ്ജലൻ എന്ന് പറഞ്ഞ പടത്തിന്റെ ടീസർ 1 മില്യൺ പ്ലസ് വ്യൂസ് കഴിഞ്ഞെന്നുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ സ്മൈൽമാൻ എന്ന് പറഞ്ഞ പടത്തിന്റെ OST പുറത്തിറക്കിയിട്ടുണ്ട്. പിന്നെ നരി നടുമൻ മുറാറി എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിലത്തെ ഫസ്റ്റ് സിംഗിൾ ദർശനമേ എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ തുടരും എന്ന് പറഞ്ഞാൽ മോഹൻലാലിന്റെ പടത്തിന്റെ പ്രൊമോ സോങ്ങിന്റെ ഷൂട്ട് നടന്നിരുന്നു, അത് ഷൂട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇന്നലെ ഓൾറെഡി അപ്ഡേറ്റ് വീഡിയോയിൽ പറഞ്ഞതാണ്, പക്ഷേ ഒരു പുതിയ സ്റ്റിൽ കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് വീണ്ടും പറഞ്ഞെന്നുള്ളൂ. പിന്നെ മരണമാസം എന്ന് പറഞ്ഞ പടത്തിന്റെ UAE-യിലത്തെയും കുവൈറ്റിലത്തെയും ബഹ്റൈനിലത്തെയും ഖത്തറത്തെയും ഒമാനത്തെയും ഇവിടുത്തെ തിയേറ്റർ ലിസ്റ്റ് കിട്ടിയിട്ടുണ്ട്. അതേമാതിരി കേരളത്തിലത്തെ തിയേറ്റർ ലിസ്റ്റ് കിട്ടിയിട്ടുണ്ട്. പിന്നെ റെസ്റ്റ് ഓഫ് ഇന്ത്യയിലത്തെ തിയേറ്റർ ലിസ്റ്റും കിട്ടിയിട്ടുണ്ട്. അതേമാതിരി ആലപ്പുഴ ജിംഖാന്റെയും റെസ്റ്റ് ഓഫ് ഇന്ത്യയിലത്തെ തിയേറ്റർ ലിസ്റ്റ് കിട്ടിയിട്ടുണ്ട്, അതാണ് ഇപ്പോൾ ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നത്. പിന്നെ പടത്തിന്റെ കേരളത്തിലത്തെ തിയേറ്റർ ലിസ്റ്റ് കിട്ടിയിട്ടുണ്ട്, അത് ഞാൻ കാണിക്കുന്നുണ്ട്. അത് 200-ലും കൂടുതൽ സ്ക്രീൻസിലാണ് പടം റിലീസാവുന്നത് കേരളത്തിൽ. പിന്നെ പടത്തിന്റെ ഫൈനൽ പ്രീ സെയിൽസ് കളക്ഷൻ 1.45 കോടിയാണ്. മരണമാസിന്റെ ആ കൂടിയിട്ട് 29 ലക്ഷം ആയിട്ടുള്ളൂ. ഗുഡ് ബൈ ഡഗ്ലിക്ക് അതിനായിട്ടും കൂടുതലുണ്ട്, 34.75 ലക്ഷം ഉണ്ട്. കേരളത്തിലെ കാര്യമാണ് പറഞ്ഞത്. പിന്നെ മമ്മൂട്ടിയുടെ ബസൂക്ക എന്ന് പറഞ്ഞതിന് 1.50 കോടിയാണ് കേരളത്തിൽ നിന്ന് പ്രീ സെയിൽസിലൂടെ നേടാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും ബസൂക്ക എന്ന് പറഞ്ഞ പടത്തിൻ്റെയും കേരള തിയേറ്റർ ലിസ്റ്റ് ഉണ്ട്. ഇത് 300-ലും കൂടുതൽ സ്ക്രീൻസിലാണ് റിലീസിന് എത്തുന്നത് ഇവിടെ. പിന്നെ പടത്തിന്റെ പ്രീ റിലീസ് ടീസർ വരും എന്ന് പറഞ്ഞതും അത് വന്നിട്ടുണ്ട്, കുഴപ്പമില്ലാത്ത ടീസർ ആയിട്ടാണ് തോന്നിയത്. പിന്നെ പടത്തിന്റെ തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ്, തെലങ്കാന ഇവിടുത്തെ തിയേറ്റർ ലിസ്റ്റും കിട്ടിയിട്ടുണ്ട്, അത് ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ നോർത്ത് ഇന്ത്യയിലത്തെ തിയേറ്റർ ലിസ്റ്റ് കിട്ടിയിട്ടുണ്ട്, അത് കാണിക്കുന്നുണ്ട്. പിന്നെ US-ലെയും കാനഡത്തെയും തിയേറ്റർ ലിസ്റ്റ് കാണിക്കുന്നുണ്ട്. പിന്നെ GCC തിയേറ്റർ ലിസ്റ്റ് അതും കാണിക്കുന്നുണ്ട്. പിന്നെ പടത്തിന്റെ കട്ടൗട്ട് ഒരു സ്ഥലത്ത് വെച്ചിട്ടുള്ള ഫോട്ടോ കിട്ടിയിരുന്നു, അത് ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ മമ്മൂട്ടി വീണ്ടും ഒരു പുതിയ ഡയറക്ടറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് മലയാള സിനിമയ്ക്ക്, അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് ഒരു ഫോട്ടോ പങ്കുവച്ചിട്ടുണ്ട്, അത് ഞാൻ കാണിക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മിസ്റ്റർ നോബഡി ഈസ് അറൈവിംഗ് ടുഡേ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പോസ്റ്റർ കണ്ടിട്ടുണ്ട്, എന്നുവെച്ചാൽ ഇന്ന് റിലീസാവുന്നുള്ള അറിയിച്ചുകൊണ്ടിട്ടുള്ള പോസ്റ്ററാണ്. പിന്നെ ധനുഷിന്റെ 56-ാമത്തെ പടം D56 എന്ന് പറഞ്ഞ അവിടെ അനൗൺസ് ചെയ്തിരിക്കുകയാണ്. മാരി സെൽവരാജാണ് പടം എടുക്കുന്നതെന്നുള്ള അറിയിച്ചിട്ടുണ്ട്. ഇതാണ് പോസ്റ്റർ. എന്തായാലും അതേമാതിരി വേറൊരു ഫോട്ടോ കിട്ടിയിട്ടുണ്ട്, ഫോട്ടോ ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ ബബ്ബ എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിൽ ഇനി മോഹൻലാൽ ജോയിൻ ചെയ്യുന്ന ഒരു ഭാഗം, അതാണ് ഇനി ഷൂട്ടുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും ഒരു 15 ദിവസം അല്ലെങ്കിൽ 2 ആഴ്ചത്തെ ഷൂട്ടാണ് ഉണ്ടാവുക, അത് വാളയാറിൽ വെച്ചിട്ട് നടക്കുമെന്നുള്ളതാണ് ഇപ്പോൾ കേൾക്കാൻ സാധിക്കുന്നത്. പിന്നെ ദുൽഖർ സൽമാന്റെ ഒരു പുതിയ സ്റ്റിൽ കിട്ടിയിട്ടുണ്ട്, ആകാശം ലോ കട്ടാര എന്ന് പറഞ്ഞ പടത്തിന്റെ സെറ്റിൽ നിന്ന്. എന്തായാലും ഫോട്ടോ ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ അനന്ത വികടം എന്ന് പറഞ്ഞ പടത്തിന്റെ ബുക്കിന്റെ കവറായിട്ട് ഇപ്രാവശ്യം റെട്രോഡ് എന്ന് പറഞ്ഞിട്ടുള്ളത്, അപ്പോൾ അതിന്റെ കുറേ സ്റ്റിൽസ് വരെ പുറത്തിട്ടിട്ടുണ്ട്, ഒക്കെ അങ്ങനെ തുരുതുരാന്ന് കാണിച്ചു പോകാം. പിന്നെ NTR നീൽ എന്ന് പറഞ്ഞ പടത്തിന്റെ ഒരു അപ്ഡേറ്റ് വരുമെന്ന് പറഞ്ഞിരുന്നു, അത് വേറെ ഒന്നല്ല, ഇവിടത്തിൽ NTR ഏപ്രിൽ 22 ജോയിൻ ചെയ്യുന്നുള്ള അറിയിച്ചുകൊണ്ടാണ് അപ്ഡേറ്റ് വന്നിട്ടുള്ളത്. എന്തായാലും ഗംഭീര അപ്ഡേറ്റ് തന്നെയാണ്. ഇങ്ങനെയൊക്കെ അപ്ഡേറ്റ് കൊടുത്തിട്ട് ഹൈപ്പ് കയറ്റിയാണ്. എന്തായാലും ഓൾറെഡി പ്രശാന്ത് നീൽ NTR എന്ന് പറയുമ്പോൾ ഹൈപ്പ് ഉണ്ട്. എന്തായാലും ഈ പടത്തിന്റെ തൽക്കാലമായിട്ടുള്ള പേര് കേൾക്കുന്ന ഡ്രാഗൺ എന്നുള്ളതാണ്, അത് ഒഫീഷ്യലായി മാറും എന്നുള്ളതൊക്കെ കണ്ടറിയാം. പിന്നെ ഹിറ്റ് 3rd കേസ് എന്ന് പറഞ്ഞിട്ടുള്ള ഞാനിയുടെ പടം കേരളത്തിൽ എത്തിക്കുന്നത് വേഫാർ ഫിലിംസ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ദുൽഖറിന്റെ പ്രൊഡക്ഷൻ കമ്പനി. അത് കൺഫേം ആയതൊന്നുമല്ല. എന്തായാലും ഇതിലത്തെ അബ്കി ബാർ അർജുൻ സർക്കാർ എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് പുറത്തിറങ്ങിയിട്ടുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക. പിന്നെ പടത്തിന്റെ ട്രെയിലർ 14 റിലീസ് ആവുന്നുള്ള ഒഫീഷ്യലി കൺഫേം ചെയ്തിട്ടുണ്ട്, എന്നുവെച്ചാൽ ഈ മാസം 14. അപ്പോൾ ഇതുപോലത്തെ അപ്ഡേറ്റ്സിന് കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് കൂടെ ബെല്ലൈക്കൺ ക്ലിക്ക്. അടുത്ത വീഡിയോ കാണുന്നവർക്കും ബൈ.